നാളെ തിയേറ്ററിൽ പോകണവർ ഡോണായിട്ട് വെടിയും പുകയേറ്റൊക്കെ നിൽക്കുന്ന ലാലേട്ടനെയും കാണാം. അതുപോലെ ഗ്രാമീണനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ലാലേട്ടനെയും കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നീ മാത്രം ലാലേട്ടനെ മാത്രം നീയൊക്കെ കണ്ടോണ്ടിരിക്കണ്ടാ, എന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ബസൂക്കയുടെ ട്രെയിലർ ഇന്ന് രാത്രി റിലീസ് ചെയ്തിട്ടുണ്ട്. നാളെ തിയേറ്ററിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ തകർക്കും. അപ്പോൾ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. യൂസ് സബ്വൂഫർ ഓർ ഹെഡ്ഫോൺ? അങ്ങനെ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. യൂഡിൽ ഫിലിം. ഡൊമിനിക്ക് കഴിഞ്ഞ ശേഷം ഗൗതം വാസുദേവനോനെ മമ്മൂട്ടി ഏറ്റെടുക്കുമോ? He's Benjamin Joshua, KCP, Cochin City. He had a strong team. And they all were well trained. He is Mr. Nobody, but definitely someone. ചാട Classy, sleek. കാട്ട താടി ചോദിച്ചാ ഇങ്ങനെ എങ്ങനെ വന്നാലും എനിക്കൊരു ലുക്സ് തന്നെ കേട്ടോ. because that's Majestic walk. word to describe her. ഇതൊരു കളിയാണ്. ഗരുഡ പറവാ ഹനുമാൻ തെറ്റിട്ട് നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷമാണ് ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാവും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ക്ഷുദ്രശക്തികൾ കാമത്തിന്റെ സിൽക്കാർ നിങ്ങളെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. ഈ കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല ബ്രോ. കുരയ്ക്കുന്ന പട്ടിയപ്പോന്ന് ഞോണ്ടി വന്നു. പൊക്കിളിന് ചുറ്റും സർക്കിളിട്ട് ഇതൊക്കെ ആരാടാ ഇത്? സിദ്ധാർത്ഥ പറഞ്ഞത് ഡീനോ ഡെന്നിസ് ഗെയിം. നിന്റെ ആ ഡെയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പൊക്കും. ഓക്കെ, ഓക്കെ. മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ലൊരു സ്കോറൊക്കെ നല്ലൊരു രസമുണ്ട്, വൈബുണ്ട്. നമുക്ക് കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ ഡയലോഗ് വന്ന സമയത്ത് ചെറിയൊരു ക്രിഞ്ച് അടിച്ച്. ഒരു കാമത്തിൻ്റെ സിൽക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുന്ന അതൊക്കെ ഒരു വലിയ ഡയലോഗായിട്ട് ട്രെയിലർ കാണിക്കേണ്ട അത്രയും ഉണ്ടോ അറിഞ്ഞൂടാ. നമ്മളൊരു ട്രെയിലർ കണ്ടിട്ട് ഒരു സിനിമ വിലയിരുത്താൻ പാടില്ല. നോക്കാം, നന്നായിരിക്കുമെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ മാർച്ച് 27 ലാലേട്ടൻ്റെ ദിവസവും ഏപ്രിൽ 10 മമ്മൂക്കയുടെ ദിവസം ആവട്ടെ.